ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള മെക്ടെക്. നമ്മുടെ അടുത്തുള്ളത് ഒരു വോക്സ് വാഗൻ ജെറ്റ 2009 മോഡൽ വണ്ടിയാണ്. TDI വേരിയൻ്റ് ആണ്, ഡീസൽ വേരിയൻ്റ് ആണ്. അപ്പോൾ ഇതിന് വന്നേക്കുന്ന ഇഷ്യൂ, ഇത് എന്തോ ഒരു എഞ്ചിൻ സംബന്ധമായ പ്രശ്നം വന്നിട്ട് കസ്റ്റമർ എഞ്ചിൻ പണിതിരുന്നു. എഞ്ചിൻ പണിതതിന് ശേഷം ഇത് സ്റ്റാർട്ട് ആവുകയില്ല. പെട്രോൾ ഒളിപ്പിച്ചാൽ മാത്രമേ സ്റ്റാർട്ട് ആവുള്ളൂ. ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത് ഈ വണ്ടി വരും, നമ്മളിത് റിസീവ് ചെയ്യുന്നത്. കുറച്ചധികം കാലമായി ഈ വണ്ടി നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മൾ വെച്ചിട്ട് കുറച്ചധികം ചുറ്റിച്ചു. അപ്പം ഇതിനകത്ത് മെയിൻലി നമുക്ക് നിലവിൽ നമ്മൾ കണ്ടേക്കുന്ന ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ, ഒന്ന് ടൈമിങ് ഔട്ടായിട്ട് വന്നേക്കുന്നതാണ്, ടൈമിങ് പ്രോപ്പർ വന്നേക്കുന്നത്. രണ്ടാമത്തെ കേസ് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് വന്നതിനോട് അനുബന്ധിച്ച് ഇതിൻ്റെ ക്രാങ്ക് സെൻസറും കാര്യങ്ങളൊക്കെ മാറ്റിയിരുന്നു. പക്ഷേ അത് ഒറിജിനൽ അല്ല വെച്ചേക്കുന്നത്, അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അപ്പോൾ ക്രാങ്ക് സെൻസർ, അതിൻ്റെ റിങ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഒറിജിനൽ തന്നെ, ജർമ്മൻ വണ്ടികൾ പ്രത്യേകിച്ച് നമ്മൾ ചില പ്രീമിയം ബ്രാൻഡുകളിലുള്ള ഉള്ള പ്രോബ്ലമാണ്. നമ്മൾ ജെന്യൂൻ പാർട്സ് ഇട്ടില്ലെങ്കിൽ ചിലപ്പോൾ അത് ആ ഒരു രീതിയിൽ കറക്റ്റ് ഫംഗ്ഷൻ ചെയ്യില്ല. അപ്പോൾ ഗൈസ്, ഈ ഒരു വണ്ടീനെ സംബന്ധിച്ച് നമ്മുടെ ആദ്യത്തെ ഒരു ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ടൈമിംഗ് ഒന്ന് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ആദ്യം ടൈമിംഗ് ഒന്ന് കറക്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് ടൈമിംഗ് നമുക്ക് റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം രണ്ടാമത് കറക്റ്റ് മാർക്കിൽ നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നമ്മൾ ചെക്ക് ചെയ്യുക. അത്തരം കാര്യങ്ങൾ നമുക്ക് ഓക്കെ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ജെന്യൂൻ ആയിട്ടുള്ള ക്രാങ്ക് സെൻസറും റിങ്ങും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ട് അത് നമുക്ക് എടുക്കാം. കാരണം എല്ലായിടത്തും അന്വേഷിച്ച് ഇപ്പോൾ പഴയ വണ്ടി ആയതുകൊണ്ട് ഇത് കിടക്കുന്ന എല്ലാം ആഫ്റ്റർ മാർക്കറ്റ് പ്രോഡക്ട്സ് ആണ്. എത്രത്തോളം നമുക്ക് പ്രായോഗികമാകും എന്നുള്ളത് യാതൊരുവിധ ഗ്യാരണ്ടി ഇല്ല. അതുകൊണ്ട് ഒറിജിനൽ പാർട്സ് നമുക്ക് എടുത്ത് നോക്കിയിട്ട് അത് ഫിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മളിതിൻ്റെ ടൈമിംഗ് രണ്ടാമത് റീഅറേഞ്ച് ചെയ്യുകയാണ്. നമ്മൾ ബെൽറ്റ് ടെൻഷനെല്ലാം പിടിച്ച് രണ്ടാമത് റിമൂവ് ചെയ്ത് കറക്റ്റായിട്ട് നമ്മൾ ക്രാങ്ക് ഷാഫ്റ്റ് നമുക്ക് ഈ കാണുന്ന കണക്ക് നമ്മൾ ടൂൾ വെച്ച് തന്നെ ലോക്ക് ചെയ്യണം. കാരണം ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ മാർക്ക് ചെയ്ത് വെച്ചിട്ട് ലോക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ടെൻഷനർ ടൈറ്റ് ചെയ്യാൻ നേരത്ത് ക്രാങ്ക് ഷാഫ്റ്റോ അല്ലെങ്കിൽ ക്യാം ഷാഫ്റ്റോ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലും ക്രാങ്ക് ഷാഫ്റ്റ് ആയിരിക്കും തിരിഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ ഒരു മാർക്ക് നോക്കിയിട്ട് ക്രാങ്കിൻ്റെ ആ വീലയിലുള്ള മാർക്കും ടൂളിലുള്ള മാർക്കും കറക്റ്റായിട്ട് നമുക്ക് ഒരുമിച്ച് കോയിൻസൈഡായിട്ട് തന്നെ വരണം. ആ രീതിയിൽ നമ്മളിത് 2-3 വട്ടം ചെക്ക് ചെയ്യണം. ഇപ്പോൾ നമുക്ക് ഈ കാണുന്ന കണക്ക് ഈ ഒരു മാർക്ക് കറക്റ്റായിട്ട് കോയിൻസൈഡ് ചെയ്തിരിക്കുന്നുണ്ട്. അത് നമ്മൾ 2-3 വട്ടം ഊരിയിട്ട് നോക്കിയിട്ട് അത് അവിടെ കറക്റ്റാണോ എന്നുള്ളത് നോക്കണം. എന്നിട്ട് വേണം നമ്മൾ ബെൽറ്റ് കറക്റ്റായിട്ട് കയറ്റിയിട്ടിട്ട് ചെക്ക് ചെയ്യാനായിട്ട്. ഇത് മാത്രമല്ല, നമുക്ക് ക്യാമിൻ്റെയും കൂടിയും ഉണ്ട്. അപ്പോൾ ഇതൊരു PD എഞ്ചിൻ ആയതുകൊണ്ട് ഇതിനകത്ത് പമ്പിന് ടൈമിംഗ് ഇല്ല. ഇത് കഴിഞ്ഞതിന് ശേഷം ന്യൂജൻ വണ്ടികളൊക്കെ വന്നേക്കുന്നതിനെല്ലാം പമ്പിന് സെപ്പറേറ്റ് ടൈമിംഗ് ഉണ്ട്. അപ്പോൾ ഇതിന് ക്രാങ്കിൻ്റെയും ക്യാമിൻ്റെയും ടൈമിംഗ് ആണ് മെയിൻലി നോക്കാനുള്ളത്. അപ്പോൾ ക്രാങ്കിൻ്റെ നമ്മൾ സെറ്റ് ചെയ്തു. ക്യാം ഷാഫ്റ്റിൻ്റെ ഈ വീലിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ചെറിയൊരു ഹോൾ കൊടുത്തിട്ടുണ്ട്. അവിടെ കറക്റ്റ് ടൈമിംഗ് ടൂള് നമ്മൾ ലോക്ക് ചെയ്തെടുക്കാം. അപ്പോൾ പരമാവധി ഇതിനകത്ത് ജെന്യൂൻ ടൂളുകൾ തന്നെ, അല്ലെങ്കിൽ കോമ്പാറ്റബിൾ ആയിട്ടുള്ള ലോക്കിംഗ് ടൂൾ തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം വേറെ മറ്റു പല അലങ്കിയോ കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് മാറ്റം വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമ്മൾ കറക്റ്റ് ബെൽറ്റ് എല്ലാം കറക്റ്റായിട്ട് ഇട്ടിട്ട് നമ്മുടെ ടെൻഷനർ കറക്റ്റ് ഒരു പോയിൻ്റർ കൊടുത്തിട്ടുണ്ട്. ആ പോയിൻ്ററിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ ടൈറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ പോയിൻ്റർ. ഇത് കറക്റ്റ് നോക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതാണ് അതിൻ്റെ ലോക്കിംഗ് പോയിൻ്റ്. ഇവിടെ കൊണ്ട് നമ്മൾ ടെൻഷനർ ടൈറ്റ് ചെയ്യുക. ടെൻഷനർ ടൈറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിനകത്ത് ഈ 13-3 ബോൾട്ട് നമ്മുടെ ക്യാം വീലേ വരുന്നുണ്ട്, അത് നമ്മൾ ടൈറ്റ് ചെയ്യാവുള്ളൂ. അത് നമ്മൾ ആദ്യം ലൂസ് ചെയ്താണ് വെച്ചേക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പാണ് ഇത് ടൈറ്റ് ചെയ്യുക എന്നുള്ളത്. അല്ല എങ്കിൽ നമ്മൾ ആദ്യമേ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ടൈമിംഗ് രണ്ടാമത് നമ്മൾ കറക്കി ലോക്ക് ചെയ്യാൻ നേരത്ത് ലോക്ക് കറക്റ്റ് മാർക്കിൽ കിട്ടുകയില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ വോക്സ് വാഗൻ്റെ ടൈമിംഗ് ചെയ്യാൻ നേരത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൻ്റെ ഈ 3 ബോൾട്ട് നമ്മൾ കറക്റ്റായിട്ട് രണ്ടാമത് ഏറ്റവും അവസാനം നമ്മൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒന്നും കൂടി ഒരു റൊട്ടേഷൻ കറക്കി നോക്കിയിട്ട് ക്യാമിൻ്റെയും ക്രാങ്കിൻ്റെയും ലോക്ക് കറക്റ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യം അത് തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമ്മളിവിടെ ടൈമിംഗ് ബെൽറ്റിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ജസ്റ്റ് ഒരു സോക്കറ്റ് വെച്ചായിരുന്നു മാറിപ്പോയിരിക്കാൻ. അപ്പോൾ അത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഫുള്ള് റൊട്ടേഷൻ 2 തവണ 3 തവണ ഒക്കെ നമ്മൾ കറക്കി നോക്കിയിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് കറക്റ്റ് ക്രാങ്കിൻ്റെ ലോക്ക് കറക്റ്റ് ആകുന്നുണ്ടോ, ക്യാമിൻ്റെ ലോക്ക് കറക്റ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കുക. 2, 3, 4 വട്ടം ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തുക. കാരണം പിന്നെ ഇത്രയും കമ്പൗണ്ട് നമുക്ക് കഴിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ ഓൾറെഡി ക്രാങ്കിൻ്റെ സൈഡ് ചെക്ക് ചെയ്ത് നോക്കി ഓക്കെയാണ്. ക്യാമിൻ്റെ മാർക്ക് ഇതായി കാണുന്ന കണക്ക് കറക്റ്റ് ക്യാമിൻ്റെ ലോക്ക് ഹോളും കറക്റ്റായിട്ട് മാച്ച് ആവുന്നുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ക്രാങ്ക് സെൻസർ മാറണം. ക്രാങ്ക് സെൻസർ നോൺ ജെന്യൂൻ ആണ്. ഒറിജിനലോട്ട് മാറിയിട്ട് തിരിച്ച് കസ്റ്റമർ റിട്ടേൺ കൊടുത്തിട്ടില്ല ഈ വർക്ക് ചെയ്തവർ. എന്നിരുന്നാലും നമുക്കിതിപ്പോൾ ഒറിജിനൽ ഓർഡർ ചെയ്യാണ്ട് വേറെ നിർവാഹമില്ല. അതുപോലെ ഈ റിങ്ങി നമുക്ക് ഒറിജിനൽ വേണം. പ്ലസ് നമുക്കിതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ബാക്കിലത്തെ ഓയിൽ സീൽ പുതിയത് വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് അടുത്ത പാർട്ടിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാം.